ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എൻ്റെ ഫേവറേറ്റായ പൊതിച്ചോറാണ്. അപ്പോൾ പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നും അതിലെന്തൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഉപ്പേരി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പയറിൻ്റെ ഉപ്പേരി 2-3 മണിക്കൂർ എന്താ പറയുക സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലൊരു 3 വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ 3 വിസിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിസിൽ ഒരു ഹൈ ഫ്ലെയിമിലും ബാക്കി 2 മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്തത് കേട്ടോ. 3-4 മണിക്കൂർ മുന്നേ നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണേ. എന്നിട്ട് ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് കടുക് പൊട്ടിക്കാൻ വെക്കേ. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ വറ്റൽമുളക് ഇത് 3 നന്നായി ചതച്ചിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ. ചെറിയ ഉള്ളി ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വെളുത്തുള്ളിയും 1 വറ്റൽമുളക് കേട്ടോ. ഇതെല്ലാം നന്നായി ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഈ പൊട്ടിക്കണം കാട്ടി മുന്നേ ഇത് ആദ്യം ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി മൂത്തതിന് ശേഷം വേണം നമുക്ക് സവോള ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ സവോളയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒരു മീഡിയം സൈസ് സവോള മാത്രം മതി. ഒരു കുറച്ച് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ പൊതിച്ചോറിൽ എപ്പോഴും ഒരു ഭാഗമാണ് നമ്മുടെ നമ്മുടെ ഉപ്പേരി. അപ്പോൾ ഉപ്പേരി ഇന്ന ഉപ്പേരി എന്നൊന്നുമില്ല. അപ്പോൾ വൻപയർ ഉപ്പേരി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് വൻപയർ ഉപ്പേരി നമ്മൾ ഓപ്റ്റ് ചെയ്തത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വാടിയതിന് ശേഷം വേണം നമ്മുടെ വൻപയറിൻ്റെ എന്താ പറയുക പയറിടേണ്ടത്. അപ്പോൾ പയറിടുമ്പോൾ ഒരിത്തിരി വെള്ളം കൂടി അതിലിരുന്നോട്ടെ. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി ഒരു ചെറിയൊരു തീയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും എന്താ പറയുക റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാനതൊന്ന് നല്ല ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് തക്കാളിയും ഒരു ചെറിയൊരു സവോളയും അതേപോലെ ഒരു 2 ടീസ്പൂണ് പാല്, അതിലോട്ടൊരു കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്തിട്ടുണ്ട് ക്രഷ് ചെയ്തിട്ട്, പിന്നെ ഒരു 2 പച്ചമുളകും അതേപോലെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടിയും പിന്നെ ഒരു 2 മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഈ പാലും വറ്റൽമുളക് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഒരു ഇത്തിരി പാലും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഈ ടിപ്പും കൂടി ഒന്ന് ഇട്ട് നോക്കും കേട്ടോ. എന്നിട്ട് ഇത്തിരി എന്താ പറയുക വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ പൊതിച്ചോറിൽ ഈ വെളിച്ചെണ്ണയുടെ സ്മെല്ലും നല്ല ടേസ്റ്റാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് ഇതൊരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മാരിനേറ്റ് ചെയ്യാനുള്ള സംഭവം ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി വേണം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇവിടെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലും അതേപോലെ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നത് കുറച്ചും കൂടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നന്നായി ഈ മസാലയൊക്കെ പിടിക്കണ പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് പുളി വേണം, അതേപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി വേണം, പിന്നെ കറിവേപ്പില വേണം, പിന്നെ അതേപോലെ വറ്റൽമുളകും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതേപോലെ മിക്സി എടുത്തിട്ട് അതിലോട്ട് ഞാനിവിടെ ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയൊരു ഇഞ്ചി പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി എടുത്തിട്ടുണ്ട്, അതേപോലെ 3 വറ്റൽമുളകും, അതേപോലെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല എരിവുള്ള നല്ല ടേസ്റ്റിയായ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചെമ്മീനില്ലേ, അത് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീൻ പൊരിക്കണേ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരുപാട് വെളിച്ചെണ്ണയിൽ ചെമ്മീൻ ഇടരുത്, അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് സ്പ്ലിറ്റായി പോവും. അതേപോലെ വെള്ളം നന്നായിട്ട് ഊർന്നതിന് ശേഷം വേണം നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോഴേ നമ്മളെ മസാലയൊക്കെ ഇതിൽ തന്നെ ഇരുന്നിട്ട് എല്ലാത്തിലും മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ, അതുവരെക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു കടായി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റോസ്റ്റിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ ചെമ്മീൻ്റെ വെളിച്ചെണ്ണ എടുക്കണം തന്നെയാണ് നല്ലത്, ആ മസാലയുടെ വെളിച്ചെണ്ണ. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില, ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 3-4 പച്ചമുളകും, ഒരു 4 വറ്റൽമുളകും, ഇതെല്ലാമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ചതക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആ സമയം നമ്മൾ ചെമ്മീനും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെല്ലാം പോയതിന് ശേഷം വേണം നമുക്കിതിലോട്ട് സവോള ആഡ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്, മീഡിയം 2 സവോളയും ഒരു 4-5 ചെറിയൊരു ഉള്ളിയും കൂടിയും ക്രഷ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1.5 ടീസ്പൂണ് മുളകും പൊടി, പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ട്. പിന്നെ ഇതിലോട്ട് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ആഡ് ചെയ്യുന്നതിന് ഞാൻ ചതച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് എരിവ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഈ കുരുമുളക് പൊടിയുടെ ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി ഇതിൻ്റെ സ്മെല്ല് പോകുന്നത് വരെ നമ്മളിതിലോട്ട് ചെമ്മീൻ ആഡ് ചെയ്ത് ഇതിനെല്ലാം സ്മെല്ല് പോയതിന് ശേഷം മാത്രം ചെമ്മീൻ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെമ്മീനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം ആ സ്മെല്ലൊക്കെ പോയതിന് ശേഷം വേണം കേട്ടോ ചെമ്മീൻ ആഡ് ചെയ്യാൻ. എന്നിട്ടൊരു 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് അതിൻ്റെ മേലെ കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് വാഴയില വാട്ടുന്നതാണ്. അപ്പോൾ വാഴയില വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫ്ലെയിമിൽ ഇതേപോലെ വാഴയിലൊന്ന് വാട്ടുന്നുണ്ട്. അപ്പോൾ ഈ വാഴയില വാട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പൊതിച്ചോറൊക്കെ ഒന്ന് പൊതിയാൻ വേണ്ടിയിട്ടും ഒന്ന് ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മളെ ചോറിന് ആ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വാഴയില ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ നല്ല ഫ്ലെക്സിബിളായി നല്ലൊരു ഷൈനിങ് വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വാഴയില വാട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ അടുത്ത് വെക്കുക. നമുക്ക് ഇതേപോലെ ഒരു ബൗളിൽ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി കലർത്തിയിട്ടൊരു വെള്ളം ഇങ്ങനെ വെക്കുക അടുത്ത്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രിങ്കിൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊതിച്ചോറൊന്ന് തുറന്ന് വെക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, അടച്ച് വെച്ചതിൻ്റെ സ്മെല്ലില്ലാതിരിക്കാനും, അതേപോലെ ഒരു ഉപ്പ് രുചി എല്ലാത്തിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യണത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എന്താ പറയുക, ചോറും അതേപോലെ ഉണ്ടായിട്ടൊന്ന് നടുക്കൊന്ന് ചമ്മന്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും, അതേപോലെ നമ്മുടെ പയറുപ്പേരിയും, പിന്നെന്താ ഏത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇതിൽ അച്ചാർ വെക്കാം, ഇഷ്ടമുള്ള ഉപ്പേരികൾ വെക്കാം, ഓംലേറ്റ് മസ്റ്റായിട്ടൊന്ന് വെക്കാൻ നോക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ചെമ്മീനോ അല്ലെങ്കിൽ എന്താ പറയുക മാന്തൾ പൊരിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും മീൻ പൊരിച്ചതോ ഇതേപോലെ ആഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ഇത് കെട്ടൽ പരിപാടിയാണ്. അപ്പോൾ ഇതൊന്ന് കെട്ടി വെക്കാം. അപ്പോൾ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
കണ്ടോ, അതൊന്നും പൊട്ടിയതേ ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴ നല്ലോണം വാട്ടിയത് കൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയൊരു നൂല് കൊണ്ട് തന്നെയാണ് ഇത് കെട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പർ കൊണ്ട് കെട്ടാം, ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇത് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് കെട്ടിയതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ശരിക്കും ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് തുറന്ന് കാണിക്കുന്നത്. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി, അപ്പോൾ തന്നെ നമ്മളെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് തുറന്ന് കാണിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, വാഴയുടെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ കണ്ടോ, എല്ലാം നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ പൊതിച്ചോറ് കഴിക്കാൻ. എനിക്ക് പേഴ്സണലി ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ പൊതിച്ചോറ് കഴിക്കുമ്പോൾ സാധാ നമ്മളൊരു പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് കഴിക്കണം കാട്ടി നല്ലത് ഇങ്ങനെ വാഴയിലൊക്കെ നന്നായി വാട്ടി അതിൻ്റെ സ്മെല്ലോടെ കൂടി നല്ല ചൂടാറിയിട്ടൊക്കെ ഇങ്ങനെ സാവധാനം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഉരുളകളൊക്കെ ആക്കിയിട്ട് നമുക്കതുപോലെ ഒന്ന് വായ വെക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ഇടാം. പക്ഷെ പപ്പടം ഇടുമ്പോൾ നമ്മൾ ഇതിലോട്ട് വെച്ചിട്ട് അടച്ച് വെക്കരുത്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. പപ്പടം അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ സ്മെല്ല് ഇതിലോട്ട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് പൊതിച്ചോറ്. വേഗം തന്നെ വാഴയിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.